ഹലോ ഡേസ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് രാവിലെ ജപ്പാൻ്റെ ഡേറ്റാസ് വന്നു, എക്കണോമിക് ഡേറ്റാസ് വന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഡേറ്റ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏഷ്യൻ മാർക്കറ്റും ഫസ്റ്റ് ഹാഫിൽ പോസിറ്റീവായ രീതിയിൽ ഓപ്പൺ ചെയ്തു. അതുകൊണ്ട് തന്നെ STS നിഫ്റ്റി പോസിറ്റീവ് ഇൻഡിക്കേഷൻ നടത്തി നമുക്ക് നല്ലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടി. എന്നാൽ അതിനുശേഷം മാർക്കറ്റ് ഹൈലി വോളറ്റൈലായ രീതിയിലാണ് നിലകൊണ്ടിട്ടുള്ളത്. ഒരുപാട് പോയിന്റ് റാലി രേഖപ്പെടുത്തി. ഓരോ ഹൈസിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് FAS ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം ഒരു 20,000 കോടി രൂപയുടെ സെല്ല് നടത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഡേറ്റ വന്നിട്ടില്ല. ഇന്ന് ഒരുപാട് വലിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. അൾട്രാടെക് സിമെൻറ്റ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനി, ഇവരുടെ രണ്ടുപേരുടെയും റിസൾട്ട് വന്നു. റിലയൻസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇതുവരെ റിസൾട്ട് അനൗൺസ് ആയിട്ടില്ല. ഞാനിപ്പോൾ കുറച്ച് നേരത്തെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ റിലയൻസിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. റിലയൻസിൻ്റെ റിസൾട്ട് ഉണ്ട്. കൂടാതെ തന്നെ നാളെ മാർക്കറ്റ് ഓപ്പൺ ആണ്. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം അത് റീടെസ്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ പ്രവർത്തനം വിലയിരുത്താൻ വേണ്ടിയിട്ട് NSE നാളെ രാവിലെ ഒരു 9:15 മുതൽ ഒരു 10:30 വരെ ആ ഒരു സമയത്തും, കൂടാതെ തന്നെ വീണ്ടും ലഞ്ചിന് ശേഷം ഒരു 11:30 മുതൽ 12 വരെയുള്ള 2 സെക്ഷനുകളിലായിട്ട് ട്രേഡിങ് നടത്തുന്നുണ്ട്. ഇൻട്രാഡേ BTST തുടങ്ങിയ ട്രേഡുകളെല്ലാം തന്നെ അലൗഡ് അല്ല. മറ്റുള്ള ഈവൻ FNO ഒക്കെ അലൗഡ് ആണ്. അപ്പോൾ ഇതുവരെ നാളെ ട്രേഡ് ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഞാൻ എൻ്റെ ബ്രോക്കറെ വിളിച്ച് ചോദിച്ചു. അവരും കൺഫേം പറഞ്ഞു നാളെ ട്രേഡ് ഉണ്ട് എന്നുള്ളത്. മേ ബി NSE അത് ഹാൾട്ട് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഉറപ്പൊന്നുമില്ല. ഇതുവരെയുള്ള തീരുമാനം അനുസരിച്ച് നാളെ ട്രേഡ് ഉണ്ട്. 2 സമയങ്ങളിലായിട്ട് മേൽ പറഞ്ഞ സമയത്ത് ട്രേഡ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കടക്കാം. നിഫ്റ്റി യെസ്റ്റർഡേ ക്ലോസ് കാണാം 21,480. ഓപ്പൺ ചെയ്ത് തന്നെ ഏകദേശം ഒരു 130 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പിലാണ്. 21,638 ഇപ്പോൾ ക്ലോസ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു കൺസോൾഡേറ്റ് ആയിട്ട് വീണ്ടും ഫർദറായിട്ട് മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ ഒരു പേടിയാണ്. എന്നാൽ മാർക്കറ്റ് ഫോൾ ആകുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ നിന്ന് 160 പോയിന്റ്, സെൻസെക്സ് 496 പോയിന്റിൻ്റെ റാലി രേഖപ്പെടുത്തി. HDFC ബാങ്ക് ഇന്നും വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി കാണാം ഫ്ലാറ്റ് ആയ രീതിയിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ക്ലോസ് നടത്തിയിരിക്കുന്നത്. HDFC ബാങ്ക് ഇന്നും ഫർദറായിട്ട് ഫോൾ ആയിട്ടുണ്ട്. NSEയിൽ പൊതുവെ 1464 കമ്പനീസ് പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ആയിരിക്കുന്നത്. 665 കമ്പനീസിൽ മാത്രമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളൂ. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ONGC, എയർടെൽ, NTPC, ടെക്കം, SBI ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ കമ്പനീസ് 2.5 മുതൽ 3.5% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ ഇന്നലെ റിസൾട്ട് വന്ന ഇൻഡസ്ഇൻഡ് ബാങ്ക്, HDFC ബാങ്ക്, കൊട്ടാക് ബാങ്ക്, ഡിവിസ് ലാബ്, അദാനി പോർട്ട് തുടങ്ങിയ കമ്പനീസ് ഏകദേശം 0.5% മുതൽ ഏകദേശം 3.5% വരെയുള്ള ഒരു ഫോള് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം. ഏറ്റവും താഴെ കാണാം ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് 1.3% ഫോൾ ഉണ്ടായി 13.87. ബിറ്റ്കോയിൻ 1000 പോയിന്റ് ഇടിഞ്ഞ് 41,356 എന്ന നിലയിലാണ്. MOX റഷ്യൻ മാർക്കറ്റ് റെഡാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് 3, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഫ്ലാറ്റ് ആണെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കാര്യം ഇപ്പോൾ ഇവിടെ ഗ്രീൻ ആണെങ്കിലും കൂടിയും വലിയ പോയിന്റുകളൊന്നും റാലി രേഖപ്പെടുത്താത്തത് കൊണ്ട് ഫ്ലാറ്റായി പരിഗണിക്കാം. ഏഷ്യൻ മാർക്കറ്റ് എന്നാൽ പോസിറ്റീവിൽ ക്ലോസിംഗ് നടത്തിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2,029 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലെ കുറച്ച് സ്റ്റോക്കുകളുടെ ന്യൂസുകൾ നോക്കാം. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് അടുത്ത ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഞായറാഴ്ച 7 മണിക്ക് നമുക്ക് മാർക്കറ്റ് ഔട്ട്ലുക്ക് ഉണ്ടെങ്കിലും ഇന്നത്തെ സ്റ്റോക്കിലെ കുറച്ച് ന്യൂസുകൾ നോക്കാം. ഈ ഞായറാഴ്ച കാലിക്കട്ടിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. അടുത്ത ഞായറാഴ്ച കൊച്ചിയിലും ഉണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. സ്റ്റോക്ക് ന്യൂസിലേക്ക് വരുമ്പോൾ HULൻ്റെ റിസൾട്ട് ഇന്ത്യയിലെ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് സെക്ടറിലെ ഏറ്റവും വലിയ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനിയാണ് HUL. നിഫ്റ്റി 50-യിലുള്ള കമ്പനിയുടെ റിസൾട്ട് വന്നപ്പോൾ അത്ര മികച്ചൊരു റിസൾട്ട് അല്ല വന്നിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 0.6% മാത്രം ഇയർ ഓൺ ഇയറിൽ വർധനവ് കണ്ടിട്ടുള്ളൂ ഈ ഒരു കമ്പനിയിൽ. അൾട്രാടെക് സിമെൻറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് കമ്പനിയാണ് അൾട്രാടെക് സിമെൻറ്റ്. റിസൾട്ട് വന്നപ്പോൾ 1.5 മടങ്ങ് ഇവരുടെ റിസൾട്ട് ഉയർന്ന് 1,775 കോടി രൂപയിലേക്ക് റിസൾട്ട് ഉയർന്നിട്ടുണ്ട്.
ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 6% ഇടിഞ്ഞ് 2028 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂവും 7% ഇടിവ് രേഖപ്പെടുത്തി. റിലയൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി 50-ലെ ഏറ്റവും വലിയ കമ്പനി, മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും വലിയ കമ്പനി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു കമ്പനിയുടെ റിസൾട്ട് ഇന്ന് വരും. അപ്പോൾ അതിൻ്റെ വെയിറ്റിങ്ങിലാണ് എല്ലാ ആളുകളും. IRFC, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ കമ്പനി, കഴിഞ്ഞ ഒരു 9 ട്രേഡിംഗ് ഡേയിൽ 8 ട്രേഡിംഗ് ഡേയിലും ഇവർ റാലി രേഖപ്പെടുത്തിയിരുന്നു. ഇത് ചില്ലറ കമ്പനിയല്ല, കാരണം മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ IRFCയുടെ നോക്കാം 2.1 lakh crores ആണ് IRFCയുടെ മാർക്കറ്റ് ക്യാപ്പ്. അതിൻ്റെ താഴെയാണ് ഉള്ളൂ M&M-ഉം ബജാജ് ഓട്ടോയും JSW സ്റ്റീലും L&T മൈട്രിയും എല്ലാം തന്നെ ഇതിൻ്റെ താഴെയാണ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ഇൻറ്റു ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ആണ്. അതുകൊണ്ട് തന്നെ LTP ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ക്യാപ്പ് ഉയരും. പല സമയത്തും നമ്മൾ കാണാറുണ്ട്, മാർക്കറ്റ് സിവിയറായിട്ട് ഫോളോ ചെയ്യുമ്പോൾ ഈ ഒരു പ്രത്യേക കമ്പനിയുടെ ഉടമയുടെ സ്വത്ത് വലിയ രീതിയിൽ ഒലിച്ചു പോയി, അല്ലെങ്കിൽ ഈ ഫോബ്സിൻ്റെ വലിയ സമ്പന്നരായിട്ടുള്ള പട്ടികയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ആസ്തി കുറഞ്ഞു പോയി എന്നൊക്കെ പറയുന്നത് ഈ മാർക്കറ്റ് ക്യാപ്പ് കമ്പനികളിലെ കുറയുമ്പോഴാണ്. അതായത് മാർക്കറ്റ് ക്യാപ്പ് കുറയുന്നത് LTP കുറയുമ്പോഴാണ്. മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഫോർമുല നമുക്ക് എപ്പോഴും ആവശ്യം വരും. കാരണം ഒരു കമ്പനിയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ മാർക്കറ്റ് ക്യാപ്പ് 3 രീതിയിലുണ്ട്: ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്. അപ്പോൾ ലാർജ് ക്യാപ്പ് കമ്പനികൾക്ക് അവരുടെ ബിസിനസ്സുകളെല്ലാം തന്നെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കും ഉണ്ടാവുക. നമുക്കറിയാം, റിലയൻസ് അവർക്കില്ലാത്ത ഒരു ബിസിനസ് ഇല്ല. റീറ്റെയിലും ജിയോ അങ്ങനെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അതുപോലെ തന്നെ ITC, നോട്ട്ബുക്ക് മുതൽ അല്ലെങ്കിൽ ആശീർവാദ് ആട്ട മുതലുള്ള ഒരുപാട് ബിസിനസ് ഉണ്ട്. അപ്പോൾ കമ്പനീസ് ഇപ്പോൾ വളരെയധികം ഡൈവേഴ്സിഫിക്കേഷൻ ആണ് ശ്രമിക്കുന്നത്. ഈവൻ നമ്മൾ വിപ്രോ, നിറബറ എന്ന് പറയുന്ന കേരളത്തിലുള്ള കമ്പനീനെ വിപ്രോ അക്വയർ ചെയ്തിട്ടുണ്ട്. വിപ്രോ തുടങ്ങിയത് തന്നെ ഒരു വെജിറ്റബിൾ ബിസിനസ് ആയിട്ടാണ് വിപ്രോ രജിസ്റ്റർ ചെയ്തത് തന്നെ. ആദ്യ കാലഘട്ടങ്ങളിൽ ഇതൊരു IT കമ്പനിയെ ആയിരുന്നില്ല, വെജിറ്റബിൾ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. പിൽക്കാലത്താണത് ആസിം പ്രേംജി എല്ലാം തന്നെ അമരത്ത് വന്നിട്ട് ഒരു IT കമ്പനിയായിട്ട് മാറിയിട്ടുള്ളത്. എനിവേ, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എല്ലാവർക്കും നല്ലൊരു 2 ദിവസം വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ബൈ ഓൾ.